ഒന്ന് ദിനവൃത്താന്തം 25-ാം അധ്യായം. ഗായകഗണങ്ങൾ. ദാവീദും ദേവാലയ ശുശ്രൂഷകരിൽ പ്രമുഖരും കൂടെ ആസാഫ്, ഹേമാൻ, യെദുഥൂൻ എന്നിവരുടെ പുത്രന്മാരിൽ ചിലരെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചു. ഇവർ കിന്നരം, വീണ, കൈത്താളം എന്നിവയുടെ അകമ്പടിയോടെ പ്രവചനം നടത്തേണ്ടിയിരുന്നു. ഇങ്ങനെ നിയുക്തനായവരും അവരുടെ കർത്തവ്യങ്ങളും. ആസാഫിൻ്റെ പുത്രന്മാരിൽ സക്കൂർ, ജോസഫ്, നെഥാനിയ, അഷാറല. പിതാവായ ആസാഫിൻ്റെ കീഴിൽ രാജനിർദ്ദേശമനുസരിച്ച് ഇവർ പ്രവചനം നടത്തി. ഗദാലിയ, സേരി, യഷായ, ഷിമയി, ഹഷാബിയ, മത്തിത്തിയ എന്നീ 6 പേർ തങ്ങളുടെ പിതാവായ യെദുഥൂനിൻ്റെ കീഴിൽ കിന്നരം വായിച്ച് കർത്താവിന് കൃതജ്ഞതയും സ്തുതിയും അർപ്പിച്ച് പ്രവചിച്ചു. ഹേമാൻ്റെ പുത്രന്മാർ ബുക്കിയ, മദാനിയ, ഉസിയേൽ, ഷെബുവേൽ, യെറിമോത്ത്, ഹനാനിയ, ഹാനാനി, എലിയാത്താം, ഗിദാൽത്തി, റൊമാന്തിയേസർ, യോഷ്ബകാഷ, മല്ലോത്തി, ഹോത്തിർ, മഹസിയോത്ത്. ഇവരെല്ലാം രാജാവിൻ്റെ ദീർഘദർശിയായ ഹേമാൻ്റെ പുത്രന്മാരാണ്. ഹേമാനെ ഉന്നതനാക്കുന്നതിന് തൻ്റെ വാഗ്ദാനമനുസരിച്ച് ദൈവം 14 പുത്രന്മാരെയും 3 പുത്രിമാരെയും അവനു നൽകി. ഇവർ കർത്താവിൻ്റെ ആലയത്തിൽ തങ്ങളുടെ പിതാവിൻ്റെ കീഴിൽ വീണയും കിന്നരവും കൈത്താളവും ഉപയോഗിച്ച് ശുശ്രൂഷ നടത്തി. ആസാഫ്, യെദുഥൂൻ, ഹേമാൻ എന്നിവർ രാജാവിൽ നിന്ന് നേരിട്ട് കൽപ്പന സ്വീകരിച്ചു. ഇവരും ചാർച്ചക്കാരും വിദഗ്ധ ഗായകന്മാരാണ്. കർത്താവിന് ഗാനമാലപിക്കാൻ പരിശീലനം നേടിയ ഇവരുടെ എണ്ണം 288. വലിപ്പ ചെറുപ്പമോ ഗുരുശിഷ്യ വ്യത്യാസമോ പരിഗണിക്കാതെ അവർ നറുക്കിട്ടു തങ്ങളുടെ തവണ നിശ്ചയിച്ചു. ആദ്യത്തെ നറുക്ക് ആസാഫ് കുടുംബത്തിൽപ്പെട്ടവനായ ജോസഫിന് വീണു. രണ്ടാമത്തേത് ഗദാലിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. മൂന്നാമത്തേത് സക്കൂറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. നാലാമത്തേത് ഇസ്രിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. അഞ്ചാമത്തേത് നെഥാനിയായ്ക്ക്. അവന് സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ആറാമത്തേത് ബുക്കിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഏഴാമത്തേത് യഷാറേലായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. എട്ടാമത്തേത് യഷായായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. ഒൻപതാമത്തേത് മത്താനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. പത്താമത്തേത് ഷിമയിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 11ാമത്തേത് അസറേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 12ാമത്തേത് ഹഷാബിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 13ാമത്തേത് ശുബയേലിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 14ാമത്തേത് മത്തീത്തിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 15ാമത്തേത് എറേമോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 16ാമത്തേത് ഹനാനിയായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 17ാമത്തേത് യോഷ്ബക്കാഷയ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 18ാമത്തേത് ഹനാനിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 19ാമത്തേത് മല്ലോത്തിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 20ാമത്തേത് എലിയാദായ്ക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 21ാമത്തേത് ഹോത്തിറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 22ാമത്തേത് ഗിദാൽദിക്ക്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 23ാമത്തേത് മഹസിയോത്തിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ. 24ാമത്തേത് റൊമാന്തിയേസറിന്. അവനും സഹോദരന്മാരും പുത്രന്മാരും ചേർന്ന് 12 പേർ.
കർത്താവിൻ്റെ വചനം.